Welcome to the video. Here also we are with the interrogative sentence. That means we are with the questions, but another type of questions. Questions കുറിച്ച് അറിയുമ്പോൾ എല്ലാം അറിയാം. Indirect questions. Indirect questions എന്താ നോക്കാം. Indirect questions are somewhere different from the normal questions, direct questions. Indirect question എന്ന് പറഞ്ഞാൽ അതൊരു പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു പുതിയ we are in a new city, in a new town. We want to know something. We want to ask some questions to strangers. ആ സമയത്ത് നമ്മൾ സ്ട്രേഞ്ചർ ആയിരിക്കും, കാരണം നമ്മൾ പുതിയൊരു സിറ്റിയിലാണെങ്കിൽ ആരെയും നമുക്ക് അറിയില്ല. അപ്പൊ അവിടെ പോയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ദ പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ ഈസ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലെല്ലാം ചില ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് തറവായിട്ട് മനസ്സിലാക്കുക. ഡു യു നോ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് ചോദിക്കണം. ക്യാൻ യു ടെൽ മീ, കുഡ് യു ടെൽ മീ, ഹാവ് യു എനി ഐഡിയ, അത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അതും കൂടി വേണ്ട. ഡു യു നോ, ക്യാൻ യു ടെൽ മീ, ഇതെല്ലാം വളരെ സ്യൂട്ടബിൾ ആണ്. ടെൽ മീ, ക്യാൻ യു ടെൽ മീ, ഡു യു നോ എന്നൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കുറച്ച് തറോ ആയിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് കുറച്ച് സ്വയം സെൽഫ് സ്റ്റഡി എന്ന ടെക്നിക്കിൽ സ്വയം കുറേ ക്വസ്റ്റ്യൻസ് ആസ്ക് യുവർ സെൽഫ് ആൻഡ് ആൻസർ ഇറ്റ് യുവർ സെൽഫ്. ആസ്ക് ടു യു ആൻഡ് ആസ്ക് ഇറ്റ് യു ആൻഡ് ആൻസർ ഇറ്റ് യുവർ സെൽഫ്. You are the person asking questions and you are the person giving answers എന്നുള്ള മട്ടിൽ സ്വയം ഇംപ്രൂവ് യുവർ സെൽഫ്. അപ്പൊ ഇവിടെ ഡു യു നോ, ഇപ്പൊ നമ്മളൊരു പുതിയ സിറ്റി ആയതുകൊണ്ട് തന്നെ വെർ ഇസ് ദ ബാങ്ക് എന്ന് ഡയറക്റ്റ് ആയിട്ട് പോയി ചോദിക്കാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ, വെർ ഇസ് ദ ബാങ്ക് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിനേക്കാളും ദ പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഫ്രേസ് ഒക്കെ അങ്ങോട്ട് ചേർക്കുകയാണ്. ഡു യു നോ, ഡു യു നോ വേർ ദ ബാങ്ക് ഈസ്. അപ്പൊ അവിടെ ഒരു മാറ്റം വരുന്നു. അതാണ് നിങ്ങൾ തറോ ആക്കി മനസ്സിലാക്കേണ്ടത്. വേർ ദ ബാങ്ക് ഈസ് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നും ഇൻഡയറക്റ്റിലേക്ക് മാറുമ്പോൾ ബി വെർബ് ആണെങ്കിൽ മാറ്റം വരും. ബി വെർബ് മാത്രമല്ല, പലതിലും മാറ്റം വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടതും അത് സ്യൂട്ടബിൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതും. ഡു യു നോ വേർ ദ ബാങ്ക് ഈസ്, അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് എഴുതണം. ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വേർ ഈസ് ദ ബാങ്ക്, വേർ ഈസ് ദ ബാങ്ക്, അവിടെ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ്. പക്ഷേ അതിനെ നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാറ്റങ്ങൾ വരുന്നു. ഡു യു നോ, വേർ എന്ന് ഉപയോഗിക്കാം. വേർ ദ ബാങ്ക് ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഡു യു നോ വേർ ദ ബാങ്ക് ഈസ്, നിങ്ങൾക്ക് അറിയോ എവിടെയാണ് ബാങ്ക് എന്ന്? അങ്ങനെയാണ് നമ്മൾ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക. അങ്ങനെയല്ലേ പുതിയ പുതിയ ആൾക്കാരെടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ എവിടെയാണ് ബാങ്ക് എന്നൊക്കെ ചോദിച്ചാൽ അവർ തന്നത് എന്ന് വിചാരിക്കും. ഡു യു നോ വേർ ദ ബാങ്ക് ഈസ്, ആ ഒരു മാറ്റം ലാസ്റ്റ് ആ സബ്ജക്റ്റ് വെർബിനെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന ബി വെർബിനെ എന്നുള്ളതൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ലോട്ട്സ് ഓഫ് സോഴ്സസ് ആർ ദർ. ഇനി അടുത്തത് what is the time, what's the time, അതാണ് ക്വസ്റ്റ്യൻ. കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട് വാട്ട്സ് ദ ടൈം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ദ ടൈം. ഇപ്പൊ നമുക്ക് പുതിയൊരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോയിട്ട് വാട്ട്സ് ദ ടൈം എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ വരിക? ക്യാൻ യു ടെൽ മീ വാട്ട്സ് ദ ടൈം ഈസ്, വാട്ട് ദ ടൈം ഈസ്, അങ്ങനെ വരും. വാട്ട് ദ ടൈം ഈസ്. ക്യാൻ യു ടെൽ മീ what the time is, question mark. Can you tell me what the time is? Could you tell me what the time is? ഇപ്പം നമ്മുടെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തും വാച്ചില്ല, നമ്മുടെ അടുത്ത് വാച്ചില്ല. നമ്മൾ പുതിയ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിൽ ചോദിക്കാം ഡു യു ഹാവ് എനി ഐഡിയ വാട്ട് ദ ടൈം ഈസ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അല്ലാതെ സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഹാവ് യു എനി ഐഡിയ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഡു യു നോ, ക്യാൻ യു ടെൽ മീ, കുഡ് യു ടെൽ മീ, അങ്ങനെയൊക്കെ ആ ഒരു ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യന് അതിൽ ചേർത്ത് എഴുതുക. പക്ഷെ വ്യത്യാസം ഉള്ള ഒരു പാർട്ടുണ്ട്. ആ ബി വെർബൊക്കെ വെർബ് ലാസ്റ്റ് വരുന്നു, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് അവിടെ വെർബ് വരിക. നോർമൽ ക്വസ്റ്റ്യനെ പോലെ അത് അങ്ങോട്ട് എഴുതി വെക്കരുത്. ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക.